അൻവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആത്മവിശ്വാസം കൂടുമായിരുന്നു എന്നാണ് മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരിയുടേതാണ് പ്രതികരണം. PV അൻവർ ഒപ്പമുണ്ടായിരുന്നെങ്കിൽ പിണറായി സത്തിനെതിരെയുള്ള ശക്തമായ വിധിയെഴുത്താകുമായിരുന്നു. നിലമ്പൂരിൽ മുസ്ലിം ലീഗ് വോട്ട് ചോരും എന്നത് എതിരാളികൾ ഉണ്ടാക്കിയ വിവാദമാണെന്നും ഇക്ബാൽ മുണ്ടേരി 24നോട് പറഞ്ഞു. UDF-ൽ ഒരു മുഴം മുന്നേ പ്രചാരണം തുടങ്ങിയത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി ഇപ്പോൾ കൂടെ ചേരുകയാണ്. ലീഗിന്റെ ഒരു പ്രതീക്ഷ അപ്പോൾ എത്രത്തോളമാണ്? ഇപ്പോൾ ഈ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വലിയ പ്രാധാന്യത്തെ മനസ്സിലാക്കി സംസ്ഥാന ജില്ലാ കമ്മിറ്റികൾ നൽകിയ നിർദ്ദേശമനുസരിച്ച് മണ്ഡലത്തിൽ വലിയ മുന്നൊരുക്കം മുസ്ലിം ലീഗ് പാർട്ടി സംബന്ധമായി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ ഘട്ടം തൊട്ട് ഈ UDF-ൻ്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്ത് പകരാനും വിജയസാധ്യത ഉറപ്പിക്കാനുമുള്ള കാര്യത്തിൽ മുസ്ലിം ലീഗ് മുൻപന്തിയിൽ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ നമുക്കുണ്ടായിരുന്ന ആ പ്രതീക്ഷ അതൊന്നുകൂടെ വർദ്ധിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോളിംഗ് പൂർത്തിയായ സമയത്ത് മുസ്ലിം ലീഗ് കാര്യങ്ങളെ വിലയിരുത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗിൻ്റെ വോട്ട് അത് മാറി കൊടുക്കും, അത് ആര്യടൻ ഷൗക്കത്തിന് ലഭിക്കില്ല എന്നടക്കം ഇപ്പോൾ PV അൻവർ ഉൾപ്പെടെയുള്ളവർ അത് പറയുന്നു. എങ്ങനെയാണ് അപ്പോൾ അതിനെ വിലയിരുത്തുന്നത്? വോട്ടുകൾ മുഴുവൻ പെട്ടിയിലായോ? ഒരു പൊളിറ്റിക്കൽ മത്സരം എന്നുള്ള തലത്തിൽ ഇത് തിരിച്ചു കൊണ്ടുപോകാൻ വളരെ ആസൂത്രിതമായ ശ്രമം ഇവിടുത്തെ എതിർചേരിയിലുള്ള പല ആളുകളും നടത്തിയിട്ടുണ്ട്. അതിനെ ചില മാധ്യമങ്ങൾ അതിന് ചൂട്ടുപിടിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മുസ്ലിം ലീഗിൻ്റെ വോട്ട് UDF സ്ഥാനാർത്ഥിക്ക് ലഭിക്കുകയില്ല എന്നത്. അത് അങ്ങനെയല്ല എന്നുള്ളത് കൗണ്ടിങ് കഴിഞ്ഞ് ഓരോ ബൂത്തിലെയും വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് അടിയുറച്ച് മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് തീർത്ത് പറയാൻ കഴിയും. മുസ്ലിം ലീഗിൻ്റെ എല്ലാ ശക്തി കേന്ദ്രങ്ങളിലും നന്നായി UDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്ന കാഴ്ച കാണാൻ കഴിയും. ഒപ്പം തന്നെ PV അൻവർ എത്രത്തോളം വോട്ട് പിടിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ. അത് എങ്ങനെയായിരിക്കും അത് ബാധിക്കുക? വിജയിക്കുമെന്നുൾപ്പെടെയാണ് PV അൻവർ പറയുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ അൻവർ ഒരു UDF-ൽ ഒരു ചർച്ചയായി, ആദ്യത്തെ ഒരാഴ്ച അൻവർ മാത്രം ഒരു ചർച്ചയായിട്ട് നിൽക്കുന്നൊരു ഘട്ടത്തിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്കിപ്പോൾ പറയാൻ പല പ്രയാസങ്ങളുണ്ട്. പക്ഷേ വിജയിക്കുക എന്ന് പറയുന്നത് ഒരു നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. വോട്ട് പിടിക്കും എന്നുള്ള സത്യമാണ്. പക്ഷേ ആ പിടിക്കുന്ന വോട്ട് ഐക്യജനാധിപത്യ മുന്നണിയെ പ്രതികൂലമായി ബാധിക്കുകയില്ല എന്ന് ഞങ്ങൾക്ക് 100% ആത്മവിശ്വാസമുണ്ട്. അത് കൂടുതൽ ബാധിക്കാൻ പോകുന്ന ഇടതുപക്ഷത്തെയാണ്. അത് വോട്ടിംഗ് പാറ്റേൺ നമുക്ക് കൃത്യമായി കണക്കറിയുമ്പോൾ മനസ്സിലാകും. കാരണം ഇടതുപക്ഷത്തിന് അനുകൂലമായി കഴിഞ്ഞ കാലങ്ങൾ ചെയ്ത വോട്ടുകളാണ് ബഹുഭൂരിപക്ഷവും PV അൻവർ പിടിക്കാൻ പോകുന്നത്. അത് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കിൽ അല്ലെങ്കിൽ വോട്ട് അക്കൗണ്ടിൽ അത് വലിയൊരു കുറവ് വരികയും അത് UDF-ന് സഹായകമാകുന്ന രൂപത്തിലേക്ക് PV അൻവറിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഉപകാരപ്പെടാൻ പോകുന്ന കാഴ്ചയാണ് ഉണ്ടാവുക എന്നാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്. അപ്പോൾ അവരുടെ ഒറ്റക്കെട്ടായി ആദ്യഘട്ടം മുതൽ തന്നെയുള്ള ഒരു പ്രവർത്തനം അത് വോട്ടായി മാറുമെന്നുള്ളതിൽ തെല്ലും സംശയമില്ല എന്നുള്ളത് കൂടി പറയുകയാണ് ഇക്ബാൽ മുണ്ടേരി.